എൻ്റെ എക്സ്പ്ലെയിനിങ് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 23 നമുക്ക് 1K അടിപ്പിച്ചു തരുക. അങ്ങനെ ആകുമ്പോൾ 1 ഇയർ 1K എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഗോബ്ലിൻസെല്ലാം എന്തോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം നമ്മുടെ റിമൂറിനെ കാണിക്കുന്ന ഒരു മീറ്റിൻ്റെ പീസ് എടുത്തിട്ട് അവൻ ശ്രദ്ധിച്ച് നോക്കി മെല്ലിനെ കടി കടിച്ച് അതിനെ രുചിച്ച് നോക്കുന്നതാണ്. എന്നിട്ട് തല കത്തിയിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഗോബ്ലിൻസെല്ലോ എന്താവോ ഇത് ഇഷ്ടപ്പെട്ടില്ലേ, മീറ്റ് ഇഷ്ടപ്പെട്ടില്ല, അല്ല റീഗുഡ് വിചാരിക്കുന്നതാണ്. ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, ഇങ്ങനെ തലയെല്ലാം താത്തിക്കുന്നത്. എന്നാണ് നമ്മുടെ റിമൂറ് എന്ത് ചെയ്ത് ചിരിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓ വണ്ടർഫുൾ, നല്ല രുചിയുണ്ട് എന്ന്. അപ്പോൾ അവർ ഗോബ്ലിൻസെല്ലാം വളരെയധികം സന്തോഷമായി. നമ്മുടെ റിമൂറ് പറയുന്നതാണ്, ഇവിടെ വന്നതിന് ശേഷം മര്യാദയ്ക്കുള്ള ഭക്ഷണം ഇപ്പം കഴിച്ചാൽ ഞാൻ ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നതിനൊന്ന്. ഇയർ എല്ലാം കുടിച്ച് എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ കാണുന്നത് ആ ഡീമൺസ് എല്ലാം ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈസൽ പറയുന്നതാണ്, അതെങ്ങനെ സാധിക്കും, അവരെങ്ങനെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുക, നിങ്ങളല്ലേ പവർഫുള്ള്, അവർ എങ്ങനെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നല്ല. അപ്പോൾ ആ റെഡ് ബോഡി പറഞ്ഞാൽ ഇതാണ് സത്യം, അവരാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നതെന്ന്. അപ്പോൾ ഇതെല്ലാം കൈസലിന് വിശ്വാസമാകുന്നില്ല. അപ്പോൾ അവിടെ ഗോപ്ത വരുന്നുണ്ട്. ഗോപ്ത പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവും അറ്റാക്ക് ചെയ്യാന്ന്. കൈസൽ എന്നേരാണ് നമ്മളെ വ്യക്തമാക്കുന്നത്. എന്ന് വെച്ചാൽ ആ പിഗ് മോൺസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ശക്തി കുറഞ്ഞവരാ, ഏറ്റവും താഴേയിൽ വരുന്ന, പക്ഷെ അവരെങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു എന്നേരാണ് നമ്മൾക്ക് അതിന്റെ റിയാലിറ്റി പറഞ്ഞിരുന്നത്. ആ പിഗ് മോൺസ്റ്റേഴ്സിൽ മൊത്തത്തിൽ ഈ കവചങ്ങളും പിന്നെ ഇങ്ങനത്തെ ആയുധങ്ങളിലും ഉണ്ടേനു. ഇത് ആ റെഡ് ഡീമനാണ് പറയുന്നത്. അവരെല്ലാം ഭയങ്കര ഹ്യൂമൻ മെയ്ഡ് ആയുധങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ അറ്റാക്ക് ചെയ്തേ. അതുകൊണ്ട് നമുക്ക് പിടിച്ചേക്കാനൊന്നും പറ്റിയില്ല. ഇതിനെല്ലാം കാരണം ഞാൻ നിങ്ങളാന്ന് പറഞ്ഞതിന് കാരണം എന്താ വെച്ചാൽ അതിൽ ഒരാൾ മാസ്ക് ഉള്ളിട്ടുണ്ടായിരുന്നു. ആ മാസ്ക് ഇട്ട ഒരാളാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇതാക്കി പറഞ്ഞതെന്ന്. നിങ്ങൾ തന്നെ പറയാം, റിമൂറിന്റെ മാസ്ക് ഈ മാസ്ക് നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധമുണ്ടാ? ഇല്ലല്ലോ. കൈസ എന്നിട്ട് പറയുന്നതാണ്, ഇങ്ങനെ ഹ്യൂമൺ അതിന്റെ പുറകിൽ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം തന്നെ ആവും. അപ്പോഴും നമ്മുടെ റെഡ് മുടിയും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്തതെന്ന്. വേറെ ഒരു ഇന്റൻഷനും നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതിന് പിന്നെ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടത്തേക്ക് നമ്മുടെ റിമൂർ വരുന്നത്. പിന്നീട് റെഡ് മുടിയെ നമ്മളെ റിമൂറിനോട് ചോദിക്കുന്നതാണ് ഫുഡെല്ലാം എങ്ങനെ ഉണ്ടെങ്കിലും കഴിച്ചിരുന്നു. റിമൂർ പറയുന്ന ആ ഫുഡെല്ലാം രസമുണ്ടെങ്കിൽ ഞാൻ വയറ് നിറച്ച് കഴിച്ചെന്ന്. പിന്നീട് ആ റെഡ് മുടിയനോട് നമ്മുടെ റിമൂർ പറയുന്നതാണ്, നിന്റെ അനിയത്തി ആ റോസ് മുടി നമ്മളെ ഗോബ്ലിൻസുമായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. നമ്മൾ കാണുന്നുണ്ട് ആ ഗോബ്ലിൻസ് എല്ലാം ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ റോസ് മുടി. റിമൂർ ചോദിക്കുന്നതാണ്, ഇനി നിങ്ങളെ അടുത്ത പ്ലാൻ എന്താന്ന്. അവിടെ റെഡ് മുടിയും പറയുന്നതാണ്, പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ആ പിക്സിനെല്ലാം നശിപ്പിക്കണം, അവർക്ക് അവരുടെ സ്ഥാനം എവിടെയാന്ന് കാണിച്ചു കൊടുക്കണം എന്ന്. അവിടെ റിമൂറിന് മനസ്സിലായി ഇവർക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല അത്. അവിടെ നമ്മുടെ റിമൂർ എന്ത് ചെയ്ത് പറഞ്ഞ അവരോട്, നിങ്ങൾക്ക് വേണമെന്ന് എൻ്റെ അണ്ടറിൽ വരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കുക, കാരണം ഇപ്പം പിഗിന്റെ സേന വേണ്ടിയിട്ടാ നിങ്ങളെ വില്ലേജ് നശിപ്പിച്ച, അതുപോലെ അടുത്ത വില്ലേജ് നമ്മളെയാണോ എന്ന് പറയാൻ പറ്റൂല എന്ന്. അപ്പൊ അത് കേട്ട് റീഗുഡ് എല്ലാം പറയുന്നതാണ്, അത് ശരിയാ, ഇനി നമ്മളെ വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിമൂർ പറയുന്നതാണ്, നമ്മളെ വില്ലേജ് എത്രത്തോളം സ്ട്രോങ് ആകുന്ന അത്രത്തോളം നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വില്ലേജിൽ നിൽക്കാം, എൻ്റെ അണ്ടറിൽ വരാമെന്ന്. അപ്പോൾ അതിൽ ആ ഓർക്ക് പറയുന്നതാണ്, റെഡ് ഓർക്ക്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, നാളെ രാവിലെ നമുക്കും പറയാമെന്ന്. അത് പോകാൻ നേരത്ത് നമ്മളെ ഒരു വലിച്ച മുടിയെ ഓർക്ക് പറയുന്നതാണ്, ഇത് നല്ലൊരു ഓഫറാണ്, കാരണം ഇവൻ്റെ അണ്ടറിലുള്ളപ്പോൾ നമ്മളും സേഫ് ആയിരിക്കും, നമുക്കിപ്പോൾ നിൽക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ എന്ന്. അഥവാ ഓർക്കുകൾ അറ്റാക്ക് ചെയ്താൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. അവൻ പറയുന്നതാണ്, ഞാൻ നോക്കട്ടെ, ഞാൻ രാവിലത്തേക്ക് പറയാം, പക്ഷെ ഇവൻ ലീഡർ ആവുകൊണ്ട് ഇവൻ തീരുമാനിക്കുന്നതായിരിക്കും, അവരെല്ലാവരും ഏറ്റെടുക്കുക. മരത്തിൻ്റെ അടുത്ത് പോയി കൈകുത്തിട്ട് പറഞ്ഞാൽ, ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പിക്സിനെ നശിപ്പിക്കാൻ പറ്റുമായിരുന്നു എന്ന്. പിന്നീട് രാവിലെയാണ് കാണിക്കുന്നത്. റെഡ് മുടിയും പറയുന്നതാണ്, എനിക്ക് നിങ്ങളെ അണ്ടറിൽ വരുന്നതിൽ സംഭവം തന്നെയാണ്, നമ്മൾ ഇനി മുതൽ നിങ്ങളെ അണ്ടറിലായിരിക്കും, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, നമ്മളെ ആ ഓർക്ക് സേനേനെ മൊത്തത്തിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിരിക്കും, ഓർക്കിനെ നശിപ്പിക്കുന്ന വരെയേ നമ്മൾ നിങ്ങളെ അണ്ടറിൽ ഇരിക്കുമെന്ന്. നമ്മുടെ റിമൂർ ഇത് കേട്ടിട്ട് പറയുന്നതാണ്, ഓക്കെ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ വേണമെങ്കിൽ അവനെ നശിപ്പിക്കുന്ന വരെ ഇവിടെ നിന്നാൽ മതി, അതുവരെ എൻ്റെ അണ്ടറിൽ നിന്നാൽ മതി എന്ന്. പിന്നീട് ആ ഓർക്ക് പറയുന്നതാണ്, താങ്ക് യു, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി മുതൽ നമ്മളെ ടീം മൊത്തം നിങ്ങളുടെ അണ്ടറിലായിരിക്കും എന്ന് പറയുന്നതാണ്. പിന്നെ റിമൂർ പറയുന്നതാണ്, എല്ലാവരോടും ഒന്ന് വരാൻ പറ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് അവരെല്ലാവരും വന്നതിന് ശേഷം റിമൂർ പറയുന്നതാണ്, നിങ്ങളെല്ലാവരും ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പേര് നൽകാൻ പോകുന്നതാണ്. അപ്പം അത് കേട്ടപ്പം ബാക്കി എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, 6 ആൾക്ക് പേര് നൽകാൻ എന്താ പറയുന്നതെന്ന്. നമ്മുടെ റിമൂർ പറയുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പേര് നൽകാൻ പോകുന്ന എൻ്റെ ഐഡിയ എങ്ങനെയുണ്ടെന്ന്. പിന്നെ മനസ്സിലാക്കുന്നത്, ഞാൻ 4-5 ദിവസം ഉറങ്ങും, അത്രയല്ലേ ഉള്ളൂ എന്ന്. ആ റോസ് മുടിയുള്ള പെണ്ണ് പറയുന്നതാണ്, നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഭയങ്കര വലിയ പ്രശ്നമാണ് വരാൻ പോകുന്നതെന്ന്. അതേ റിമൂർ പറയുന്നത്, എനിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റാൻ പോകില്ല എന്ന്. അവിടെ ആ റെഡ് മുടിയും പറയുന്ന, ഓക്കെ എനിക്ക് കുഴപ്പമില്ല, നിങ്ങളെ പേര് നൽകിക്കോളൂ എന്ന്. റിമൂർ പിന്നെ ഒരു പെട്ടെന്ന് മയങ്ങിപ്പോകുന്ന പോലെയാണ് കാണിക്കുന്നത്. റിമൂറിന് പിന്നെ ബോധം വരുമ്പോൾ റിമൂർ വിചാരിക്കുന്നതാണ്, ഇതെവിടെയാണ് ഞാൻ എത്തി, ഇതല്ല ആര്, ഈ 2 പേരൊക്കെ ആരാന്ന്.
റിമ്രു മനസ്സിലായിരിക്കുന്നതാണ് എനിക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല, എല്ലാം മങ്ങിയിട്ട് ഓർക്കുന്നുള്ളൂ, എന്ത് സംഭവിക്കുന്ന അറിയില്ല. 3 ദിവസത്തെ സ്ലീപ്പിനുള്ളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. റെഡ് മുടിയുള്ളതാണ് കാണിക്കുന്നത്. ഓൻ കുഞ്ഞിട്ട് പറയുന്നതാണ് ഇപ്പോൾ അവൻ്റെ ബോഡിയും മറ്റേതെല്ലാം ഏകദേശം ഒരു ഹ്യൂമണെ പോലെ തന്നെ ആയി. ഓൻ പറയുന്നതാണ് ഓൻ്റെ പേരാണ് ബണിമാറു, ഓനിപ്പോൾ കൈസറിലേക്ക് ഇവോൾവ് ആയിന്ന്, കാരണം നിങ്ങൾ നമുക്ക് പേര് നൽകിക്കൊണ്ടിരുന്നു. റിമ്രു മനസ്സിലാക്കുന്ന അതെ എനിക്കിപ്പോൾ ഓർമ്മ വന്നു, ഞാൻ ഇവനെ പേര് കൊടുത്തിട്ടാണ് ബോധം കിട്ടുകയാണ്. ഇവൻ വല്ലാണ്ട് മേലിഞ്ഞൊരു ഹ്യൂമണെ പോലെ തന്നെ കാണുന്നുണ്ട്, ആ ബോഡിയെല്ലാം പോയിന്ന്. പിന്നീട് ആ പിങ്ക് ഹെയർ ഉള്ള പെണ്ണ് പറയുന്നതാണ് എൻ്റെ പേര് ഷൂന ആണ്. ആ പെണ്ണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് റിമ്രു അനുസരിച്ചായിരിക്കുന്നതാണ്. പിന്നീട് അടുത്ത പെണ്ണ് ഓള് പറയുന്നതാണ് എൻ്റെ പേര് ഷിയോൺ എന്ന്. എന്നിട്ടോ റിമ്രു വിചാരിക്കുന്ന ഇത്ര IQ ലെവൽ കൂടിയ പോലെ ഉണ്ടെന്ന്. ആ വയസ്സം പറയുന്നതാണ് എൻ്റെ പേര് ഹക്കൂറോ പറയുന്നതാണ് നിങ്ങൾ നമുക്ക് പേര് നൽകി വളരെയധികം വലിയ കാര്യമാണ് ചെയ്തതെന്ന്. റിമ്രു പറയുന്നതാണ് ഓക്കെ എന്ന്. എനിക്ക് അപ്പോൾ എന്ത് ചെയ്ത് അതിലൊരുത്തെ ഷൂയി എന്ന് പറഞ്ഞ ഞാൻ ഈ സ്ഥലത്തിന് കാവൽ എന്നോളെന്ന് ഓൻ പറയുന്നതാണ്. അതിനുശേഷം ഗ്രേസേജ് പറയുന്നതാണ് നീ വലിയ മോൺസ്റ്റേഴ്സിനെല്ലാം പേര് കൊടുക്കുമ്പോൾ നിന്റെ പകുതി മുക്കാൽ മാജിക് എനർജിയും വലിച്ചു പോകുന്ന, അതുകൊണ്ടാണ് നീ കിടന്ന് ഉറങ്ങിപ്പോകുന്നത് 3 ദിവസത്തേക്കല്ലെന്ന്. റിമ്രു ഇരിക്കുന്നതാണ് ആ 6ാമത്തെ ആളെടുത്തുനിന്ന്. അപ്പോൾ ഓൻ പറയുന്നതാണ് പുറത്തുള്ള ഇപ്പം വരുമെന്ന്. അപ്പോൾ എന്ത് ചെയ്ത് അയാൾ വരുന്നതാണ്. ഓനെ കാണുമ്പോൾ ഇവനാദ്യം എന്ത് ചെയ്ത് ഒരു ആനേനെ പോലെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇപ്പം നോക്കുമ്പോൾ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാളെ പോലെ ഉണ്ടല്ലോ എന്ന്. അത്യാവശ്യം നല്ല ഫിറ്റും ആയിപ്പൊന്ന്. അടുത്തതായി നമ്മുടെ പിഗിൻ്റെ സേനയാണ് കാണിക്കുന്നത്. ആ സേന ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ടേക്ക് എവിടെയോ പോകുന്നതാണ്. അപ്പോൾ അവരെ മേലെ എന്നിട്ട് കുറച്ച് ലിസാർഡുകൾ അവരെ നോക്കുന്നുണ്ട്. അവർ കാവൽ വെക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നമ്മൾ കാണുന്നത് ലിസാർഡിൻ്റെ ഏരിയ ആണ്. അവരെ ആ ഏരിയയിലേക്ക് അവർ ഒരു ചളി പോലത്തെ ഒരു മൂടിയ ഏരിയയിലേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നതാണ് സോർ കുറേ അധികം പന്നികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നതാണ്. ഈ പേര് എന്തൊരു സുഖം പറയേ. എന്നിട്ട് അവർ പറയുന്നതാണ് അവർക്കെല്ലാം നല്ല ആർമറും ഇതെല്ലാം ഉണ്ട്, ആയുധങ്ങളും, എന്താ ചെയ്യേണ്ടതെന്ന്. അത് കേട്ട് ആ രാജാവ് പറയുന്നതാണ് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളുടെ ക്വാണ്ടിറ്റി കൂടുതലാണ് അവരെക്കാളും, അതുകൊണ്ട് നമുക്ക് അവരെ പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റും, അവരെന്താ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ എന്ന്. അത് കേട്ടിട്ട് അതിലൊരു ഓന്ത് പറയുന്നതാണ് ഇല്ല അതല്ല കുഴപ്പം, എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളെ ക്വാണ്ടിറ്റി കുറവാണ്, അവർക്ക് 2 ലക്ഷം ആൾക്കാരുണ്ട്, നമുക്കാകെ 1 ലക്ഷം ആൾക്കാരേ ഉള്ളൂ എന്ന്. അത് കേട്ട് അവരെല്ലാവരും അപ്പോൾ അതുകൂടാതെ പറയുന്നതാണ് അവരെ മുമ്പിൽ വരുന്ന ആൾക്കാരെ തേച്ച് ഒരു ദയയില്ലാണ്ട് കടിച്ചു മുറിച്ച് തിന്നുന്നവർ എന്തൊരു പന്നികളാണെന്ന് അറിയില്ലാന്ന്. രാജാവ് ഇത് കേട്ടിട്ട് പറയുന്നതാണ് എനിക്കിതിന് പിന്നിൽ ഒരു പിഗ് ലോഡിൻ്റെ കൈ തന്നെയാന്ന് തോന്നുന്നതെന്ന്. അന്നേരം ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 ഇത് ഓന്തുകൾ സംസാരിക്കുന്നതാണ്. ആ പിഗ്സ് മൊത്തം ഒരു ഓർക്കിൻ്റെ വില്ലേജ് മൊത്തം നശിപ്പിച്ചെന്നാകട്ടെ, അങ്ങനെയാണ് നമ്മളെ വില്ലേജും അവർ നശിപ്പിക്കൂലെന്ന്. രാജാവ് പിന്നീട് പറയുന്നതാണ് 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പിഗ് ഓർക്ക് ജനിക്കുക, അഥവാ പിഗിനെ മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു ലോഡ്. ആ ലോഡ് ജനിച്ചു കഴിഞ്ഞാൽ ഫുള്ള് നാശമായിരിക്കും. ആ പിഗ് എന്ന് വെച്ചാൽ ഒരു ദാക്ഷിണ്യമില്ലാതെ എല്ലാവരെയും കൊന്നൊടുക്കും. അതാണ് രാജാവ് പറയുന്നത്. ഇങ്ങനെയോ ജനനം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. രാജാവ് പറഞ്ഞാണ് എല്ലാവരും തയ്യാറെടുത്തോ, പെട്ടെന്ന് അഥവാ ഒരു ആക്രമണം വന്നിട്ട് നമുക്ക് അവരെ എതിർത്ത് നിൽക്കാൻ പറ്റണം. എൻ്റെ മകൻ എവിടെയെന്ന്. ഇത് കേട്ട് പുറത്തുനിന്ന് ഒരുത്തം വന്നിട്ട് ഡാഡ് ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പം ഇവൻ്റെ പേര് ആബീറു എന്നാണ്. എന്ന് രാജാവ് ഇവനോട് പറയുന്നതാണ് എനിക്കിന്നെ കൊണ്ടൊരു പണിയുണ്ട്, നീ അടക്കുന്നത്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് വയസ്സനാണ്. വയസ്സൻ ഗോബ്ലിൻസിനെല്ലാം ഇത് പഠിപ്പിക്കുന്നതാണ്, ഫൈറ്റിങ് അഥവാ വാളും കൊണ്ടുള്ള. ആ വാളും കൊണ്ട് പഠിപ്പിക്കുമ്പോൾ അവർ പരമാവധി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മുടെ വയസ്സൻ ഭയങ്കര പവർഫുള്ളാണ്. എൻ്റെ വയസ്സൻ പറയുന്നതാണ് നിങ്ങളിപ്പോഴും വളരെയധികം വീക്കാണെന്ന്. നിങ്ങൾ എൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ നിങ്ങൾ എൻ്റെ ഒപ്പം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും തോപ്പിക്കാൻ പറ്റും, നിങ്ങളെ ആരും തോപ്പിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അറ്റാക്കിൻ്റെ എല്ലാം പിന്നിൽ ഒരു പിഗ് ഓർക്കിൻ്റെ ഇതാണ്, അഥവാ പിഗ് ലോഡ് ഇതായിരിക്കുന്നു പിന്നിലായിരിക്കുന്നു. അപ്പം നമ്മുടെ സ്ലൈം പറയുന്നതാണ് ഇതെന്താണ് ഈ പിഗ് ഓർക്ക് എന്ന്. അപ്പം പറയുന്നുണ്ട് 1000 വർഷങ്ങളിൽ ഒരിക്കലാണ് ഇങ്ങനെ പിഗ് ഓർക്കായിട്ട് ജനിക്കും, അതിന് പിഗ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഭയങ്കര കഴിവുണ്ടാവും, വളരെ ബ്രൂട്ടലായിരിക്കുന്നു. പക്ഷേ സ്ലൈം പറയുന്നതാണ് അവരെന്നെ നിങ്ങളെ വില്ലേജിൽ അറ്റാക്ക് ചെയ്തേ എന്നാണ്. ഒരു ജോക്കർ പോലത്തെ ഒരാൾ വന്ന് എന്നിട്ട് നമ്മളോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കെല്ലാം പേര് നൽകാം, നിങ്ങളെല്ലാം എൻ്റെ കൺട്രോളിൽ വരണം. നമ്മളെല്ലാവരും അതിനെ നിഷേധിച്ചു. പിന്നെ കാരണം നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരുത്തൻ്റെ എടുക്കുന്ന പേരൊന്നും വാങ്ങൂലെന്ന് നമ്മുടെ വില്ലേജിൽ നിന്ന് വായിപ്പിച്ച് വിട്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ട് സ്ലൈം വളരെ സന്തോഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അവരെല്ലാം ഇവനെ ലീഡറായിട്ട് കരുതി എന്നാണ്. ഇങ്ങനെ പ്രശ്നമായത് നമ്മളെ ഈ വില്ലേജിനും വലിയൊരു പ്രോബ്ലമാണ് എന്ന്. അന്നേരമാണ് അവിടുന്ന് ഒരു ഷാഡോസ് എന്ന് എന്താ വരുന്ന കാണുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ സൂയിയാണ്. സൂയി എനിക്ക് പറയുന്നതാണ് അവൻ്റെ പേരാണ്, അവൻ്റെ പേര് ഗൽമണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് കേട്ട് റിമ്രു എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ, റീഗുഡിൻ്റെ ബ്രദറിനും ഇയാൾ തന്നെ പേര് കൊടുത്തേ ഗൽമണ്ട്. അപ്പോൾ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് ഇവരായിട്ടുള്ള ബന്ധപ്പെട്ട്. സൂയി പറയുന്നതാണ് എന്തോ ഒരു പ്രശ്നമുണ്ട്, ആ ലിസാർഡ് മാനല്ലോ ഈ കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. കാട്ടിൽ അവർ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. കാരണം വെച്ചാൽ അവർ വരണ്ട ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരല്ല, അവരൊരു നനഞ്ഞ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, നനവുള്ള.
പിന്നീട് നമ്മൾ കാണുന്നത് ആ ലിസാർഡ് മാൻസിനാണ്. അവരെല്ലാവരും നമ്മുടെ വില്ലേജിൽ തന്നെയാണ് വരാൻ നോക്കുന്നത്. എന്നിട്ട് അതിൽ ആ രാജാവിൻ്റെ മോൻ പറയുന്നതാണ്, ഇതെന്ത് ചെയ്യാനാ, എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിപ്പോയി, ഇനി ഈ ഗോബ്ലിൻസിനെല്ലാം നമ്മൾ വിളിച്ചുകൊണ്ടുവന്നാൽ അതുകൊണ്ടാണ് ഈ വില്ലേജിലേക്ക് പോകേണ്ട തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ രാജാവ് പറയുന്നതാണ് കാണിക്കുന്നത്. രാജാവ് പറയുന്നതാണ് പവർഫുൾ ഗോബ്ലിൻസിനെയും വിളിച്ച് കൂട്ടണം, കാരണം വെച്ചാൽ നമുക്കൊരു ആൾബലം വേണം, ഇല്ലെങ്കിൽ അവരെ നേരിടാൻ നമുക്ക് പറ്റൂലെന്ന്. രാജാവിൻ്റെ മോൻ പറയുന്ന റിട്ടയർ ആകേണ്ട ടൈം എന്നിട്ടും രാജാവായി ഇരിക്കുന്ന കണ്ടില്ലെന്ന്. അന്നേരം അവരുടെ മറ്റേ കൂട്ടാളികൾ അവർ പറയുന്നതാണ്, ശരിയാ, നിങ്ങളാണ് ഇപ്പോൾ രാജാവാണ്ട്, അത്രയും നിങ്ങൾക്ക് ഉശിരുണ്ടെന്ന്. ഓൻ പറയുന്നതാണ്, ഞാൻ ഇത്രയും ഗ്രേറ്റ് ആണ് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. ഓന്തിൻ്റെ മേലെ കയറിയിട്ടുള്ള ഓന്തുവൻ പറയുന്ന, ഡാഡൊന്ന് റിട്ടയർ ആകട്ടെ, ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാമെന്ന്. ഡൈനോസറിൻ്റെ മേലെ ഓന്തിരിക്കുന്ന പോലെ ഉണ്ട് കാണാൻ. എന്നിട്ട് ഇവരിൽ ആ ബാക്കിയുള്ള 3 ഇങ്ങനെ വല്ലാണ്ട് ചീർ ചെയ്യുന്ന കണ്ടിട്ട് ഇവനും യെസ്, ഞാൻ തീർച്ചയായും വലിയൊരു രാജാവാവും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദെൻ ബൈ.